സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിനടുത്തുള്ള മാത്തൂർ എന്ന ഗ്രാമത്തിലാണ്. ഇവിടെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തൊട്ടിപ്പാലം അഥവാ അക്വഡക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ തൊട്ടിപ്പാലം എന്ത് തരം പാലമാണപ്പാ? ആദ്യം ഒരെത്തും പിടിയും കിട്ടിയില്ല. ജലസേചനത്തിനായുള്ള കനാൽ അഥവാ തൊട്ടിയും ഇക്കരക്കാർക്ക് മറുകര പറ്റാനുള്ള പാലവും ചേർത്ത് വെച്ച് ഒരു ഇരട്ട പാലം നിർമ്മിച്ചിരിക്കുന്നു. അതാണ് തൊട്ടിപ്പാലം. ഇപ്പോ സംഗതി പിടികിട്ടി. രാവിലെ 11 മണിക്കടുത്താണ് ഞങ്ങൾ ഈ വിശേഷ പാലം കാണാനെത്തിയത്. ഒരു വെയിലാണ്. അത് ഗൗനിക്കാതെ പൊരിഞ്ഞ തരത്തിൽ സഞ്ചാരികളും. ഇന്ന് സഞ്ചാരികളുടെ വൻ തിരക്കാണ്. പാർക്കിംഗ് ഏരിയ നിറയെ വാഹനങ്ങളാണ്. തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരി റൂട്ടിൽ 2 മണിക്കൂർ യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാനാകും. 1963-69 കാലഘട്ടത്താണ് ഈ ഇരട്ടപ്പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കെ കാമരാജാണ് ഈ നിർമ്മിതിക്ക് പിന്നിൽ. കാമരാജരുടെ എണ്ണഛായ ചിത്രവും ടിക്കറ്റ് കൗണ്ടറും സഞ്ചാരികൾക്കായുള്ള റെസ്റ്റിംഗ് ഏരിയയും നല്ല നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഒരാൾക്ക് 6 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇടതുഭാഗത്ത് കാണുന്ന ഈ കനാലാണ് തൊട്ടിയിലേക്കുള്ള വെള്ളം എത്തിക്കുന്നത്. ഇപ്പോൾ കനാലിലേക്ക് വെള്ളം തുറന്നു വിട്ടിട്ടില്ല. വടമാവട്ടം, തെന്മാവട്ടം എന്നീ 2 മലകളെ ബന്ധിപ്പിച്ചാണ് ഈ തൊട്ടിപ്പാലത്തിന്റെ നിർമ്മിതി. ഇക്കരെ മലയിൽ നിന്നും അക്കരെ പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാനാണ് അത്രേ പാലം പണിഞ്ഞത്. ഒപ്പം സഞ്ചാരവും. 101 അടി പൊക്കത്തിൽ ആകാശത്ത് നിൽക്കുന്ന ഭീമൻ പാലത്തിൽ കയറിയ ചില സഞ്ചാരികൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങുന്നത് കണ്ടു. പേടിച്ചിട്ടാണോ? 1240 അടി അഥവാ 384 മീറ്ററാണ് ഇവന്റെ നീളം. പൊക്കമാകട്ടെ 101 അടി. 28 പില്ലറുകളിലാണ് ഈ ഭീമൻ പാലത്തിന്റെ നിൽപ്പ്. ഒരു സഞ്ചാരി പരിചയം പുതുക്കിയപ്പോൾ മനസ്സിൽ സന്തോഷം തോന്നി. ഒരു വെയിലേറ്റ് സഞ്ചാരികൾ വെള്ളം കുടിച്ചു തുടങ്ങി. ഇതാണ് പാലത്തിലെ ഏറ്റവും പൊക്കമുള്ള പ്രദേശം. എന്തൊരു മനോഹാരിതയാണ് ചുറ്റും. വൗ, എന്തൊരു കാഴ്ചയാണിത്. ഇത് തന്നെയാണ് പ്രകൃതി ഭംഗി. ചുറ്റും പച്ചക്കുന്നുകളും കാട്ടാറിന്റെ മനോഹാരിതയും. അങ്ങകലെ തലയെടുപ്പോടെ സഹ്യസാനുക്കളും. തെളിഞ്ഞൊഴുകുന്ന പരളിയാറും അതിനു കുറുകെ പുതിയതായി നിർമ്മിക്കുന്ന പാലവുമാണ് ദൃശ്യത്തിൽ കാണുന്നത്. ഈ മനോഹര കാഴ്ചകൾ ഒറ്റ ഫ്രെയിമിൽ കൊള്ളാഞ്ഞിട്ട് വട്ടം ചുറ്റി വീശിയെടുക്കുന്നത് സഞ്ചാരിയാണ് ഇദ്ദേഹം. ഇടതുഭാഗം തൊട്ടിയും വലതുഭാഗം പാലവും ചേർന്നുള്ള ഇരട്ട നിർമ്മിതിയുള്ള അത്ഭുത പാലമാണ് ഈ കാണുന്നത്. ചുറ്റും സഞ്ചാരികളെ മയക്കി നിർത്തുന്ന കാഴ്ചകളും. എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ. പാലത്തിന്റെ അങ്ങേ തലയ്ക്കലെത്താനുള്ള എൻ്റെ എളിയ ശ്രമങ്ങളാണ് ഈ കാണുന്നത്. പലപ്പോഴും ഏറ്റവും മുകളിൽ നിന്നും തൊട്ട് താഴേക്ക് ഞാൻ നോക്കിയതേയില്ല. എന്ത് കാരണം എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല.
ഇന്ന് എൻ്റെ ക്യാമറയിൽ പതിഞ്ഞ അതിമനോഹരമായ ദൃശ്യമാണ് ഈ കാണുന്നത്. ചിത്രകാരൻ ക്യാൻവാസിൽ കോറിയിട്ട പോലെ. ഈ നെടുങ്കൻ കൽപ്പവൃക്ഷങ്ങൾ പാലത്തിന്റെ കാൽഭാഗത്തേക്ക് കൂടി എത്തുന്നില്ല. അതുകൂടി മനസ്സിൽ വേണം. തെറ്റിദ്ധരിക്കണ്ട, ഇദ്ദേഹം ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. നിന്ന് നിൽപ്പിൽ എല്ലാം ചിത്രീകരിക്കുന്ന മറ്റൊരു ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫി തടയുന്ന വഴിയോര കച്ചവടക്കാർ. അങ്ങനെ ഞങ്ങളും പാലത്തിന്റെ മറുകരയ്ക്കെത്തി. 384 മീറ്ററും ഒറ്റ നോട്ടത്തിൽ കാണാൻ ഒരു തിരിഞ്ഞു നോട്ടം. പാലമിറങ്ങിയാൽ ഇതുവഴി വാച്ച് ടവറിൽ പ്രവേശിച്ചാണ് മടക്കയാത്ര. പേരറിയാത്ത പക്ഷിക്കൂട്ടം ചിലയ്ക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. വാച്ച് ടവറിന്റെ പടവുകൾ താണ്ടി ഞങ്ങളും താഴേക്ക്. പെട്ടെന്ന് പാറപ്പുറത്തൊരു സിംഹം. പ്രതിമയായാലും സിംഹത്തെ പേടിക്കണ്ടേ? പാലത്തിന് ചുവടെ 2 ജിറാഫുകൾ സ്വാഗതമോതുന്ന ഒരു മനോഹരമായ ചിൽഡ്രൻസ് പാർക്ക് ക്രമീകരിച്ചിരിക്കുന്നു. ഇനി പുതിയ പാലത്തിലൂടെ മുകളിലേക്ക് യാത്ര. തൊട്ടിപ്പാലത്തിന്റെ യഥാർത്ഥ വിദൂര ദൃശ്യമാണ് ഈ കാണുന്നത്. എത്ര ഉയരമാണ് പാലത്തിനെന്ന് ചുവടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. പഴയകാല എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം. പാലത്തിന് മുകളിൽ നിന്നും നമ്മൾ കണ്ട തെങ്ങുകളാണ് ഈ കാണുന്നത്. ഇനി പടവുകളാണ്. അവ കയറി വന്ന സ്ഥലത്തേക്ക് എത്തണം. തൊട്ടിപ്പാലത്തിന്റെ വിശേഷങ്ങളും ദൃശ്യവിരുന്നും ആസ്വദിച്ച് ഞങ്ങളും ഞങ്ങളുടെ വാഹനത്തിന് അടുത്തേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ആൻഡ് സീ യു അഗൈൻ.